നിന്നൊക്കെ ഉദ്ധരിച്ചെടുക്കത്തക്കവണ്ണം വ്യക്തിപരമായിട്ടുള്ള സുവിശേഷം അറിയിപ്പാനും ലഘുലേഖകൾ വിതരണം ചെയ്യുവാനും ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സന്ദേശം നമുക്കറിയാം. ലോകം മുഴുവനും വല്ലാത്തൊരു ഭീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മണ്ഡലമായിരുന്നാലും സാമുദായിക മണ്ഡലമായിരുന്നാലും മതപരമായ അവസ്ഥയിലായിരുന്നാലും ലോകപരമായ അവസ്ഥയിൽ നോക്കിയാലും എല്ലായിടത്തിലും അത് അനിശ്ചിതത്വത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ മാറ്റമില്ലാത്ത ആകാശഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനു മുമ്പാകെയാണ് നാം ഇന്ന് രാത്രിക്കാൽ ആയിരിക്കുന്നത്. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവദിനം സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ ദാസൻ ചാലക്കുടി വന്നിരിക്കുന്ന പ്രിയ സായ്കുമാർ, ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് പല ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളോട് ചോദിക്കാണ്ട്, സാറേ അല്ലേ ദേവദാസ, നിങ്ങളിങ്ങനെ മദ്യപാനികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങളിതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എന്തു ചെയ്യും? ഞങ്ങളെ സഹായിപ്പാൻ ആരാ ഉള്ളത്? ഞങ്ങളെ കള്ളുപിടിയാന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോശപ്പെട്ടെന്ന് വിളിച്ചുകൊണ്ട് തള്ളിക്കളയുക, നിങ്ങളുടെ ഭാര്യ പോലും ഞങ്ങളുടെ സമൂഹം പോലും ഞങ്ങളെ തള്ളിക്കളയുകയെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ദൈവത്തിന് വലിയ കൃപയാൽ ഈ പ്രിയ സഹോദരന്മാർ, ഈ യുവാക്കൾ അവരിതേപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്തു. ഇന്നിവിടെ വരേണ്ടതായിരുന്ന കർത്തൃദാസൻ പ്രിയ അഭിസാറ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു തോന്നല്, ഒരു ചിന്ത, താൻ ആദിവാസികളുടെയിലും മറ്റുള്ള ഊര് പ്രദേശങ്ങളിലൊക്കെ പോയി ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പറയുകയും അവരെ അറിയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായ ഒരു ചിന്തയാണ്, ഇങ്ങനെയുള്ളവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാം, ഇങ്ങനെയുള്ളവർക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് എങ്ങനെ അവർ വഴി നടത്തി കൊടുക്കാൻ. അത് ദൈവദാസന്മാരുമായിട്ട് പലരുമായിട്ട് ചിന്തിച്ചു, വളരെ നാളുകൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ നമുക്ക് കീഴിലത്ത് പെനിയൽ ബൈബിൾ സെമിനാരിയുടെ ഒരു മനോഹരമായ ഒരു ഓഡിറ്റോറിയം നമുക്ക് നടത്തത്തക്കൊണ്ട് ഒരു ഡീഎഡിഷൻ സെൻറ്റർ, പ്രത്യാശ ഡീഎഡിഷൻ സെൻറ്റർ എന്നുള്ള ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. നൂറുകണക്കിന് ആളുകളാണ് അവിടെ വന്ന് താമസിച്ച് അവിടെ മാസങ്ങളോളം താമസിക്കുന്നവരുണ്ട്, ആഴ്ചകളോളം താമസിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിധത്തിലേക്ക് കടന്നുപോയിക്കൊണ്ട് ഇപ്പോഴും 10-25 പേര് അവിടെ താമസിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ അതോട് ബന്ധപ്പെട്ട് ചോറ്റാനിക്കരയിലുണ്ട്, അതുപോലെ ആലപ്പുഴയിലുണ്ട്, ഇപ്പോൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ ഒരെണ്ണം ആരംഭിച്ചു. ജനുവരി മാസം അവിടെയും രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുന്നു. അങ്ങനെ ദേശത്തിന്റെ വിവിധയിടങ്ങളിൽ വയനാട്ടിലൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. ഏത് വിധത്തിൽ അത് ജീവിതത്തിൽ നിരാശയിലെ ജീവിപ്പാൻ കഴിയത്തില്ല, എല്ലാവരും തള്ളപ്പെട്ടവരെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ പരിഹരിപ്പാൻ ദൈവം വഴികൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വന്ന് ക്ലാസ് എടുക്കുന്ന കർത്തൃദാസനും കൂടിയാണ് പ്രിയ സായ്കുമാർ ദേവദാസൻ. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷ ഈ ദേശത്തിന് ഈ ശബ്ദവാഹിനിയിൽ പ്രഭവിക്കുന്ന, കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന ഏതൊരു ജീവിതങ്ങൾക്കും അത് വിടുതലായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആകയാൽ ദൈവത്തിന് വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ, രാത്രികാലം അവിടുന്ന് സംസാരിക്കണമേ. വചനമായിട്ട് മാത്രം വരാതെ അത് ശക്തിയായിട്ട് വെളിപ്പെടുമാറാകണമേ. രോഗികളെ സൗഖ്യമാകുമാറാകണമേ. പിന്മാറ്റക്കാർ മടങ്ങി വരുമാറാകണം. ഈ നിരാശയായിരിക്കുന്നത് പ്രത്യാശയുള്ളവരായി തീരുവാൻ ഇടയായി തീരേണ്ടതിനായി ഓരോ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗത്തിലെ പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഈ ഊഞ്ഞാപ്പാറ സഭയിൽ മുമ്പ് ശ്രീശൂഷ കർത്തൃദാസൻ പ്രിയ പ്രതീഷ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് ശ്രീശൂഷകളെ കർത്തൃദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ മുമ്പോട്ട് കടന്നു വന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ സംസാരിക്കും.